അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് അടുത്ത സ്റ്റോറിയിലോട്ട് പോകാം. ഓക്കെ, നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞേ. ആമി അബ്ദു. ഓക്കെ, സ്റ്റോറിയുടെ പേര് പ്രളയം. എങ്ങും വെള്ളമാണല്ലോ. എവിടെ പോയി വീടുകൾ, മരങ്ങൾ, കുന്നുകൾ, മലകൾ ഒന്നും കാണുന്നില്ലല്ലോ. ആകെ വെള്ളം. മൃഗങ്ങൾ ചത്തുകിടക്കുന്നു. മനുഷ്യർ കൈകാലിട്ടടിച്ചു നീന്തുന്നു. ഇവർക്കെന്താ, ആ കപ്പലിൽ കയറിയാൽ പോരായിരുന്നോ? ഇനി എങ്ങനെ രക്ഷപ്പെടാൻ? മല പോലെയാണ് തിരമാല വരുന്നത്. കൂട്ടുകാർക്കറിയുമോ ആ വെള്ളപ്പൊക്കം എങ്ങനെ ഉണ്ടായെന്ന്? അറിയോ? അറിയാം. ഓക്കെ. പണ്ട്, വളരെ പണ്ട്, പണ്ട് പണ്ട് വളരെ പണ്ട് ഒരു നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. പേര് നൂഹ്. നൂഹ് വളരെ നല്ലവൻ. എല്ലാവർക്കും അദ്ദേഹത്തെ വലിയ കാര്യമായിരുന്നു. ആ നാട്ടിലെ ആളുകൾ പ്രാർത്ഥിച്ചിരുന്നത് പ്രതിമകളെയായിരുന്നു. ആ പ്രതിമകൾക്ക് വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ എന്തൊക്കെയാണ്? വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ ഇങ്ങനെയുള്ള പല പേരുകളിലുള്ള പ്രതിമകളെയായിരുന്നു ആ നാട്ടുകാർ ആരാധിച്ചിരുന്നത്. അയ്യോ, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയോ? മോശമല്ലേ? അള്ളാഹുവിനത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. നൂഹിനെ അള്ളാഹു നബിയായി അവരിലേക്ക് അയച്ചു. കാരണം ആരാധനയ്ക്ക് അർഹൻ ആരാണ്? അള്ളാഹു മാത്രമാണ്. അപ്പോ ആരാധന മറ്റു പലതിനോടുമായപ്പോൾ നൂഹിനെ അള്ളാഹു നബിയായി അവരിലേക്ക് അയച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുകയോ? അള്ളാഹു അല്ലേ നമുക്കെല്ലാം തന്നത്. നമ്മെ പഠിച്ചതും മഴ തരുന്നതും എല്ലാം അള്ളാഹു അല്ലേ. അതിനാൽ നിങ്ങൾ ഈ പ്രവൃത്തി അവസാനിപ്പിക്കണം എന്ന് നൂഹ് നബി ആരോട് പറഞ്ഞു? മനുഷ്യരോട് പറഞ്ഞു. അല്ലേ? നമ്മളെ പഠിച്ചതും നമുക്ക് മഴ തരുന്നതും ഒക്കെ അള്ളാഹു ആണ്. അപ്പൊ നമ്മൾ ആരെയാണ് ആരാധിക്കേണ്ടത്? അള്ളാഹുവിനെ. അപ്പൊ ഈ പ്രവൃത്തി നിങ്ങൾ അവസാനിപ്പിക്കണം. രാവും പകലും രഹസ്യമായും പരസ്യമായും അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. എന്നുവെച്ചാല് ഓൾവേസ് അദ്ദേഹത്തിന് കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ അദ്ദേഹം ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. കാരണം അള്ളാഹു പറഞ്ഞിരുന്നല്ലോ മനുഷ്യരോട്, നേർമാർഗം കാണിക്കാൻ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മാർഗം കാണിച്ചു തരും, നേർവഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ അധികം ആരും അദ്ദേഹം പറഞ്ഞത് കേട്ടില്ല. അങ്ങനെ വളരെ കാലം ആ പ്രബോധനം തുടർന്നു. ജനങ്ങളെ പഠിപ്പിക്കൽ തുടർന്നു. ഏകദേശം എത്ര വർഷം എന്നറിയോ? 950 years. അന്ന് കാലത്തുള്ള മനുഷ്യരുടെയൊക്കെ ജീവിതകാലം വളരെ വലുതായിരുന്നു. ഓക്കെ, അതുകൊണ്ട് 950 years അദ്ദേഹം എന്ത് ചെയ്തു? പ്രബോധനം നടത്തി. ഓ, എത്ര നീണ്ട കാലം അല്ലെ, എത്ര വർഷങ്ങൾ നടത്തി. ഇപ്പൊ മാത്രമാണ് നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ മനുഷ്യരൊക്കെ 100 വയസ്സിന് വരെയൊക്കെ ജീവിച്ചിരിക്കുന്നത് വളരെ വിരളമാണ്. പക്ഷെ അന്ന് കാലത്ത് ഒരുപാട് വർഷങ്ങൾ ആളുകൾ ജീവിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ടും അവർ വിശ്വസിച്ചില്ല. മാത്രമല്ല, ജനങ്ങൾ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിച്ചു, കളിയാക്കി, ഭീഷണിപ്പെടുത്തി. പക്ഷെ ഇങ്ങനെയൊക്കെ ആയാലും അദ്ദേഹത്തിന്റെ പ്രബോധനം അല്ലെ, അദ്ദേഹത്തിന്റെ ടീച്ചിങ് തുടർന്നുകൊണ്ടിരുന്നു. സങ്കടം എന്തെന്നോ, നൂഹ് നബിയുടെ ഭാര്യയും മകനും ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നവരുടെ കൂടെയായിരുന്നു. അവരും വിശ്വസിച്ചില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നൂഹ് നബിയിൽ വിശ്വസിച്ചത്. അവസാനം നൂഹ് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, നിഷേധികളിൽ നിന്ന് ഒരാളെയും ഭൂമിയിൽ നീ ബാക്കിയാക്കല്ലേ. വേറൊന്നും കൊണ്ടല്ല, ഇത്ര കാലം, നീണ്ട കാലം ശരിയായ മാർഗം പഠിപ്പിച്ചു കൊടുത്തിട്ടും ആളുകൾ നിഷേധാത്മകമായി നിഷേധിച്ചു കൊണ്ടേയിരിക്കുക അല്ലേ. കാര്യം മനസ്സിലാക്കാൻ ബുദ്ധി കൊടുത്തിട്ടുണ്ട് മനുഷ്യനല്ലോ, എന്നിട്ട് പോലും ആ ബുദ്ധി കൊണ്ട് ചിന്തിക്കാതെ അല്ലേ അതിനെ തീർച്ചയായിട്ടും പാടെ തള്ളിക്കളയാം. അങ്ങനെ ആ പ്രാർത്ഥന അള്ളാഹു കേട്ടു. അള്ളാഹു നൂഹ് നബിയോട് പറഞ്ഞു, നീ ഒരു കപ്പൽ ഉണ്ടാക്കൂ. നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ആളുകൾ അദ്ദേഹത്തെ കളിയാക്കി ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, കളിയാക്കിക്കൊള്ളൂ,
ഒരു ദിവസം ഞങ്ങൾ നിങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ടാവും? ആ, ഞങ്ങളെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു ദിവസം വരും അല്ലേ? അന്ന് നിങ്ങൾ നേരെ തിരിച്ചു പറയും. ഓക്കെ. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കി കഴിഞ്ഞു. അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. ആ മഴയെന്ന് പറഞ്ഞാൽ വളരെ ഭീകരമായിരുന്നു. ദിവസങ്ങളോളം മഴ, രാവും പകലും തോരാത്ത മഴ, പെരും മഴ തന്നെ. മണ്ണിൽ ഉറവ പൊട്ടാൻ തുടങ്ങി, വെള്ളം ഉയരാൻ തുടങ്ങി, ക്രമാതീതമായി വെള്ളം ഉയരാൻ തുടങ്ങി. ആദ്യം വീടുകൾ വെള്ളത്തിനടിയിലായി, പിന്നെ മരങ്ങൾ വെള്ളത്തിനടിയിലായി, അവസാനം മലകളും വെള്ളത്തിനടിയിലാകാൻ തുടങ്ങി. നൂഹ് നബിയും സത്യവിശ്വാസികളും കപ്പലിൽ കയറി. കപ്പൽ വെള്ളത്തിന്റെ മുകളിൽ ഉയർന്നു നിന്നു. ആർത്തലയ്ക്കുന്ന തിരമാലകളിലൂടെ കപ്പൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നൂഹ് അലൈഹിസ്സലാം പുറത്തേക്ക് നോക്കി. അതാ മുങ്ങുന്നു. ആര്? മലകളുടെ മുകളിൽ അഭയം പ്രാപിച്ച തങ്ങളെ പരിഹസിച്ച ആളുകളെല്ലാം ആ കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഉണ്ടായിരുന്നു. അദ്ദേഹം സങ്കടപ്പെട്ടു. അവരോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കൂ, നിങ്ങൾ കപ്പലിൽ കയറൂ. മോനെ, ഈ കപ്പലിൽ കയറടാ. അദ്ദേഹം പറഞ്ഞു, ഉപ്പാ, ഞാൻ ഏതെങ്കിലും മലയിൽ പോയി രക്ഷപ്പെട്ടോളാം. നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇല്ല മോനെ, രക്ഷപ്പെടാൻ കഴിയില്ല. അവൻ കപ്പലിൽ കയറിയില്ല. ഒരു തിരമാല വന്ന് അവനെ അടിച്ചകറ്റി. അവൻ ആ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. അതായിരുന്നു ആ വെള്ളപ്പൊക്കം, ആ പ്രളയം. സകലതും മുങ്ങി നശിച്ചു. അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിരുന്നവർ രക്ഷപ്പെടുകയും ചെയ്തു. വളരെ നീണ്ട വർഷക്കാലം അള്ളാഹു അവർക്ക് അവസരം കൊടുത്തു അല്ലെ, കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ശരിയായ വിശ്വാസത്തിലേക്ക് വരാനും ഒക്കെയുള്ള അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. പക്ഷെ അവർ നിഷേധിച്ചു കൊണ്ടേയിരുന്നു. അഹങ്കാരം മൂലം അഹങ്കരിച്ചിരുന്നവർ അവസാനം എന്ത് ചെയ്തു? ആ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ച സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചത് അങ്ങനെ ആ പ്രളയത്തിലൂടെയായിരുന്നു. ഒരുപാട് അഹങ്കരിക്കുന്നവർക്ക് പരീക്ഷണമാണ് ഉണ്ടാവുക. കഥ മനസ്സിലായോ? സ്റ്റോറി നോക്കാം. ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. ഓക്കെ. ചോദിക്കട്ടെ, ഈ ഒരു കഥയില് നൂഹ് നബിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നൂഹ് നബി എത്ര വർഷമാണ് പ്രബോധനം നടത്തിയത്? 950 years. ആ നാട്ടിലെ ആളുകൾ എന്തിനെയാണ് ആരാധിച്ചിരുന്നത്? സ്റ്റാച്യൂസ്. എന്തൊക്കെ സ്റ്റാച്യൂസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? ഏതൊക്കെ പേരിലായിരുന്നു ആ സ്റ്റാച്യൂസ് അറിയപ്പെടുന്നത്? ലാത്തയല്ല, വദ്, ഇങ്ങനെയുള്ള പേരുകളിൽ അറിയപ്പെട്ട വിവിധ തരം പ്രതിമകളെയായിരുന്നു അവർ ആരാധിച്ചിരുന്നത്. ശരിക്കും ആരെയാണ് ആരാധിക്കേണ്ടത്? ഓക്കെ. അപ്പൊ തൗഹീദ് എന്നാൽ എന്താണ്? തൗഹീദ് എന്താണെന്നറിയോ? എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ. അവൻ ഏകനാണ്, അവനിൽ ആരെയും പങ്കുചേർക്കാൻ പാടില്ല. ആ ഒരു പിന്നെ അത് നിങ്ങൾക്ക് എക്സ്ട്രാ നോളജ് ആണ് അല്ലേ, അതാണ് പഠിപ്പിച്ചു കൊടുത്തത് കേട്ടോ. പിന്നെ എന്ത് ശിക്ഷ കൊടുത്താണ് സത്യനിഷേധികളെ അള്ളാഹു അവിടെ ശിക്ഷിച്ചത്? പ്രളയം. ആ പ്രളയത്തില് എങ്ങനെയാണ് നൂഹ് നബിയും സത്യവിശ്വാസികളും രക്ഷപ്പെട്ടത്? നൂഹ് നബി ഉണ്ടാക്കിയ കപ്പലിൽ. അവിടെ നൂഹ് നബിക്ക് വളരെ വേണ്ടപ്പെട്ട വിശ്വാസികളെ ഒരു പ്രളയം വന്ന് അവരെ നശിപ്പിച്ചു അല്ലേ? ഓക്കെ. വളരെ സിമ്പിൾ സ്റ്റോറിയാണ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? അപ്പൊ വെക്കേഷൻ എങ്ങനെയുണ്ട്? സൂപ്പർ. ഓക്കെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.